ഹോർമസ് കടലിടുക്ക് തുറക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ബഹ്റൈൻ. സുരക്ഷിതമായി കടന്നുപോകാനുള്ള സുരക്ഷാ മുൻകരുതലെടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇത് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നും ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. GCC പിന്തുണയോടെയാണ് ബഹ്റിന്റെ നീക്കം. അതേസമയം ദുബായിൽ ഒറാക്കിൾ ഡേറ്റാ സെന്റർ ആക്രമിച്ചെന്ന വാർത്തകൾ തള്ളി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. IRGCയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ദുബായ് മീഡിയ ഓഫീസ് നിഷേധിച്ചു. ഇതിനിടെ അമേരിക്കയും ഇസ്രയേലും ഉടൻ യുദ്ധം നിർത്തണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഗുട്ടറസ് കൂട്ടിച്ചേർത്തു. ഹോർമസ് കടലിടുക്ക് ഇറാൻ തടസ്സപ്പെടുത്തുന്നത് ലോകമെമ്പാടും വില വർധനവുണ്ടാക്കുമെന്നും UN മുന്നറിയിപ്പ് നൽകി. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ നയതന്ത്രം മാത്രമാണ് വഴി. യുദ്ധം തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും. മിഡിൽ ഈസ്റ്റ് കൂടുതൽ വ്യാപകമായ യുദ്ധത്തിന്റെ വക്കിലാണ്. ആഗോളതലത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും UN മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ ഇറാൻ ആക്രമണത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഖത്തർ രംഗത്തെത്തി. ഐക്യരാഷ്ട്രസഭയിലാണ് ഖത്തർ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചത്. ഇറാന്റേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. ഇറാൻ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും UN രക്ഷാസമിതിക്കും നൽകിയ കത്തിലാണ് ഖത്തറിന്റെ ആവശ്യം. ഇറാന്റെ ആക്രമണം രക്ഷാസമിതിയുടെ പ്രമേയങ്ങൾക്കും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്കും എതിരാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ അന്താരാഷ്ട്ര സമിതി രൂപവൽക്കരിക്കണം. നഷ്ടപരിഹാരം ഉറപ്പാക്കുകയും വേണം. സമാധാനം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭ നിറവേറ്റണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. മാർച്ച് 28 മുതൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു. ഡ്രോൺ, ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളുണ്ടായി. എല്ലാ ആക്രമണങ്ങളെയും സായുധ സേന പ്രതിരോധിച്ചെങ്കിലും ഒരു മിസൈൽ ഖത്തർ എനർജിയുടെ നിയന്ത്രണത്തിലുള്ള അക്വ 1 എന്ന എണ്ണ ടാങ്കറിൽ പതിച്ചു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കരുത് എന്ന രക്ഷാസമിതിയുടെ പ്രമേയത്തിന് വില കൽപ്പിക്കാതെയാണ് ഇറാന്റെ കടന്നുകയറ്റമുണ്ടായത്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ജനീവ കൺവെൻഷൻ അംഗീകരിച്ച നിയമങ്ങൾക്കെതിരാണെന്നും ഖത്തർ ചൂണ്ടിക്കാട്ടി. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം രാജ്യത്തിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ഏത് നടപടിയും കൈക്കൊള്ളുമെന്നും ഖത്തർ കത്തിൽ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ 10ാമത്തെ കത്താണ് ഖത്തർ UN-ന് കൈമാറിയത്. അതേസമയം ഹോർമുസിൽ പിടിമുറുക്കി പുതിയ നടപടിക്കൊരുങ്ങുകയാണ് ഇറാൻ. കപ്പലുകൾക്ക് കടന്നുപോകാൻ പുതിയ പ്രോട്ടോകോൾ ഇറക്കിയിരിക്കുകയാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പടക്കപ്പലുകൾക്കും വ്യാപാര കപ്പലുകൾക്കും പ്രത്യേക മാർഗനിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം ഇറാൻ പാർലമെന്റും സർക്കാരും അംഗീകരിച്ചു കഴിഞ്ഞു. ഹോർമുസിന് മേൽ അധികാരം പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഇറാന്റെ നീക്കമെന്നാണ് വിവരം. അതിനിടെ ഹോർമസ് കടലിടുക്കിലെ ചരക്കു നീക്കം നിലച്ചതിൽ കടുത്ത ആശങ്ക അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി. UK വിദേശകാര്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് ഇന്ത്യ ആശങ്ക അറിയിച്ചത്. നയതന്ത്ര നീക്കത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യയുടെ നാവികനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ചൂണ്ടിക്കാട്ടി. അതേസമയം ഹോർമസ് കടലിടുക്ക് തുറക്കാൻ UKയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത 35 രാജ്യങ്ങളുടെ യോഗം പൂർത്തിയായി. ഹോർമസ് അടച്ചിട്ട ഇറാന്റെ നടപടികൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്ന് ബ്രിട്ടൻ കുറ്റപ്പെടുത്തി. US യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഹോർമസ് സുരക്ഷിതമാക്കുന്നത് അമേരിക്കയുടെ ചുമതലയല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് യോഗവും ചേർന്നത്. ഇറാൻ യുദ്ധത്തിൽ തങ്ങളെ പിന്തുണയ്ക്കാത്തതിൽ യൂറോപ്യൻ സഖ്യകക്ഷികളെ ട്രംപ് വിമർശിക്കുകയും നാറ്റോയിൽ നിന്ന് US പിന്മാറുമെന്ന ഭീഷണി വീണ്ടും ഉയർത്തുകയും ചെയ്തിരുന്നു. ഹോർമസ് വീണ്ടും തുറക്കുന്നതിന് സൈനിക മാർഗങ്ങളെക്കാൾ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നതെന്നാണ് ബ്രിട്ടന്റെ നിലപാട്. എണ്ണ, ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവ് വ്യവസായങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.